ജെനുവിൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാവാൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത് ഒരു തിൻ ലൈൻ ആണല്ലോ, ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യും. പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില കേസുകളിൽ ചിലവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത് വിഷമമല്ല. അതുകൊണ്ടല്ലോ കോപ്പറേറ്റ് അതിന്റെ തമ്മിൽ പോസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടാണല്ലോ കോപ്പറേറ്റ്. തിയേറ്ററിൽ ഭയങ്കരമായ ഓഡിയോ സിനിമകളൊക്കെ OTT-ൽ വരുന്ന സമയത്ത് പലപ്പോഴും വീണുപോയ സിനിമകളുണ്ട്, ഒരുപാട് സിനിമകൾ. കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആർത്തരസിച്ച് ചിരിച്ച് വന്ന സിനിമകൾ OTT-ൽ വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആകും, ഭയങ്കര മിക്സഡ് വരുന്ന സിനിമകളുണ്ട്. ഇപ്പം അടുത്തിറങ്ങിയ പല സിനിമകളും. അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പിന് വർക്കായ സിനിമ പലപ്പോഴും നെക്സ്റ്റ് അല്ലെങ്കിൽ 30+35+ മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളുണ്ട്. ലവ് ആക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം കൊണ്ടും മിക്സഡ് റെസ്പോൺസ് വന്നു. പക്ഷേ കളക്ഷൻ വന്നിട്ടും എല്ലാവരും സിനിമ കണ്ടു, പക്ഷെ അപ്പോഴും 60-40 അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നത്. കുറേ പേർക്ക് ഇഷ്ടമായി, കുറേ പേര് ചിരിച്ചു, കുറേ പേര് കൊള്ളില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ റിവ്യൂ സിസ്റ്റം പോലും ഇവിടെ ഉണ്ടാകും. ചിലർക്ക് അത് ഭയങ്കര പേഴ്സണൽ ആണല്ലോ. സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്കത് ഇഷ്ടമാകും, ചിലർക്കത് ഇഷ്ടമാവില്ല. ഇഷ്ടമുള്ള ആൾക്കാരെടുത്ത് പറയും. നമ്മളിപ്പം നമ്മളെ സിനിമകൾ പോലും വർഷങ്ങൾക്ക് ശേഷം ചെയ്ത സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വർക്ക് ചെയ്ത ആൾക്കാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമയില്ലേ, സിനിമ ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടാണ്. അപ്പം അത് രീതിയിൽ അന്ന് ലവ് ആക്ഷൻ മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ. സിനിമകൾ എപ്പോഴും അങ്ങനെ ഒരു റിവ്യൂ എന്നുള്ളത് നോട്ട് പബ്ലിസിറ്റി വിശ്വസിക്കുന്നതാണോ? പറഞ്ഞറിയുന്നതും ഒരു ആളെ കഴിഞ്ഞ ടെർബോന് ഇറങ്ങിയ സമയത്ത് പോക്കറ്റിന് റിവ്യൂ കണ്ടിട്ട് ഭയങ്കര വിഷയമൊക്കെ കോമഡി കോപ്പറേറ്റ് കൊടുക്കുന്നു. അല്ല, അതുകൊണ്ടല്ലോ കോപ്പറേറ്റ് തമ്മിൽ പോസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടാണല്ലോ കോപ്പറേറ്റ്. എന്തായാലും അപ്പോൾ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു റൂമിൽ ഇരുന്ന് ചുമ്മാ ഒരു സിനിമ ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും ഒരു കണ്ടിഷ്ടപ്പെട്ട ഒരാളോട് പറയുന്നതും എവിടെയോ ഇരുന്ന് എന്താ പറയുക, ഇത് നല്ലതാണ്, മോശമാണ്, അഭിനയം അങ്ങനെയാണ്, ക്യാമറ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സിനിമാക്കാരനെ നഷ്ടപ്പെടുന്ന കാര്യം അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഒരാൾ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റല്ലേ? അല്ല, ഇത് ഞാൻ ഓൾറെഡി ഞാൻ പോയിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടല്ലോ വിഷ്ണുവിനോട്. അന്ന് ഞാനിത് അന്നും അശ്വന്തിനോട് സംസാരിച്ച കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലി ആൾക്കാരെ ഇപ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് കംപ്ലീറ്റ്ലി അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില കേസുകളിൽ ചിലവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത് വിഷമാവും. അത് പുള്ളിക്കും അറിയുന്നത്. പുള്ളി അത് ചിലപ്പോൾ നമ്മൾ നദികളുടെ സമയത്തൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട് എൻ്റെ പെർഫോമൻസിന് ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് നമ്പർ എടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചു. അപ്പോൾ പുള്ളി ജെനുവിൻ, എനിക്ക് തോന്നിയിട്ടുള്ള പുള്ളി ജെനുവിൻ ഫിലിം ലവറാണ് എന്തൊക്കെ പറഞ്ഞാൽ. പിന്നെ പുള്ളിക്ക് അതിൽ നിന്നൊരു യൂട്യൂബ് ഇട്ട് നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഇതിനൊക്കെ ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ സിനിമയെ നന്നാക്കുക, സിനിമയെ ധരിക്കുന്നതല്ലല്ലോ ഇവരുടെ മോട്ടീവ്. പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കുറേ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മളാരും നിർബന്ധിച്ച് പുള്ളി ആരും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പുള്ളിയുടെ റിവ്യൂകൾ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി എനിക്ക് എവിടെയെങ്കിലും ഇഷ്ടമാണ്. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹരാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നി, ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും. കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ലല്ലോ. നന്നാവണമെന്ന് വെച്ച് ജെനുവിൻലി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്നു. പടം ചിലപ്പോൾ മോശമായി പോകുന്ന സമയത്ത് അവർ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇത് ഞാൻ ഇന്റർവ്യൂവിൽ അശ്വന്തിനോട് പോക്കിനോട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ആ ലൈന് ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആവും. ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. അപ്പോൾ ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പോൾ കഴിഞ്ഞ ഇതൊക്കെ സിനിമകൾ വന്നപ്പോൾ പോക്കും പ്രൊഡ്യൂസേഴ്സൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാവാൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത് ഒരു തിൻ ലൈൻ ആണല്ലോ. ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത്
ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിന് റിയാക്ട് ചെയ്യും, തിരിച്ച് പുള്ളി റിയാക്ട് ചെയ്യും. അല്ല ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും. സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ്. കാരണം ഞാനത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട്, അശ്വന്ത് മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു. ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് പുള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല മലയാളികൾ. നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കാണാനിരിക്കുന്നില്ല. പിന്നെ വേർഡ് ഓഫ് മൗത്ത് എന്നുള്ളൊരു സാധനം എന്തായാലും ഉണ്ട്. കാരണം സിനിമ ഒരാളുടെ മാത്രം അഭിപ്രായത്തിൻ്റെ പുറത്തൊന്നുമല്ല നമ്മൾ സിനിമ കാണാതിരിക്കും. ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ ആ വേർഡ് ഓഫ് മൗത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടൊന്നും ഒരു സിനിമ വീണുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ പുള്ളി ആരുടെയും ശത്രുവൊന്നും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ എന്നെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. നല്ലൊരു, എനിക്ക് ഭയങ്കര ജെനുവിൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള ആളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ഇത് ലൈൻ ബ്രീച്ച് ചെയ്യുമ്പോൾ ചിലർക്ക് ഹേർട്ട് ആകുമ്പോഴുള്ള പ്രശ്നമാണ്.